കഴിഞ്ഞ ക്ലാസ്സിൽ 8051 എന്താണ് 8051 ആർക്കിടെക്ചർ, 8051 ഇന്റേണൽ റാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ 8051 ഇന്റേണൽ റാമിലുള്ള രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. കൂടാതെ ഇൻട്രപ്റ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര ടൈപ്പ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്, അതിൽ IE രജിസ്റ്ററിനെ പറ്റിയിട്ടും IP രജിസ്റ്ററിനെ പറ്റിയിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 8051 മെമ്മറി ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. 8051 മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് മെമ്മറി ആണെങ്കിലും നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഇന്റേണൽ റാമിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോവാം. 8051 മൈക്രോ കൺട്രോളറിൻ്റെ മെമ്മറീനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിന് റാമും ഉണ്ടാവും റോമും ഉണ്ടാവും, റീഡ് ഓൺലി മെമ്മറിയും ഉണ്ടാവും, റാൻഡം ആക്സസ് മെമ്മറിയും ഉണ്ടാവും. ഓക്കെ, അതിൽ പ്രോഗ്രാം മെമ്മറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോം എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് പെർമനന്റ് സേവിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡാറ്റ മെമ്മറിയാണ് എന്ത്, ഡാറ്റ. ഓക്കെ, നമ്മൾ ഡാറ്റാസ് ഒക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ മെമ്മറി യൂസ് ചെയ്യുന്നത്. അതായത് ഇന്റർമീഡിയറ്റ് റിസൾട്ടും വേരിയബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഇതൊക്കെ സെയിം നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ തന്നെയാണ്, റാമിൻ്റെ കൺസെപ്റ്റും റോമിൻ്റെ കൺസെപ്റ്റും. സോ 8051 മെമ്മറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി. പ്രോഗ്രാം മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ്, യൂസ്ഡ് ഫോർ പെർമനന്റ് സേവിങ്, ബട്ട് ഡാറ്റ മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സേവിങ്. ഓൾറെഡി ഇതറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊന്നുകൂടെ പറഞ്ഞാണ്, നമ്മൾ പ്രോഗ്രാം മെമ്മറി പെർമനന്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, റോം യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിലും റോം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ OS സ്റ്റോർ ചെയ്തിരിക്കുന്നതും അങ്ങനെയുള്ള അതിൽ പെർമനന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിലെ റോമിലായിരിക്കും. ഓക്കെ, അതുപോലെ വേണമെങ്കിൽ 8051 നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് മെമ്മറി ഇന്റർഫേസിങ്. നമ്മൾ 8051 പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്സ്റ്റേണലി ഒരു മെമ്മറിയെ കണക്ട് ചെയ്യുന്നത്. അതുപോലെ 8086 എങ്ങനെയാണ് എക്സ്റ്റേണലി ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ 8086 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 8051 നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണലി മെമ്മറി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ലേ, USB കണക്ട് ചെയ്യുന്നില്ലേ, നിങ്ങൾ പിന്നെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ, അതായത് എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് വേണമെങ്കിൽ 8051 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള നമ്മൾ റീഡ് ഓൺലി മെമ്മറിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്, അത് പെർമനന്റ് സേവിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 8051 എല്ലാ പ്രോഗ്രാംസും എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ പ്രോഗ്രാം മെമ്മറിയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാം മെമ്മറി, അതായത് റോമിനെ നമുക്ക് എക്സ്റ്റേണലി ഉള്ള റോമിനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുള്ളൊരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് 8051 റോമിന്റെ പിക്ചറൈസേഷൻ. ഓക്കെ, 8051 റോമിന്റെ സൈസ് 64K ആണെന്ന് നമ്മൾ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 8051 റോം 64Kയും 8051 റാം 128/2 ആണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ 8051 റോമിന്റെ സൈസ് 4K ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ മാറിപ്പോയതാണ്. നമ്മുടെ 8051 ഇന്റേണലി 8051 റോമിന്റെ സൈസ് 4Kയും റാമിന്റെ സൈസ് 120 ആയിരുന്നു എന്ന് നമ്മൾ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി റോമിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എക്സ്റ്റേണലി നമുക്ക് വേണമെങ്കിൽ റോമിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇന്റേണലി എന്തുണ്ടാവും, ഒരു റോം ഉണ്ട്, അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി 8051 കൂടെ റോം കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പിക്ചറൈസേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഈ ഒരു അഡ്രസ് ഒന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട, ജസ്റ്റ് എന്താണ് ഈ ഒരു
പിക്ചർ കൊണ്ട് നമ്മുടെ മീൻ ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. ഇതാണ് നമ്മുടെ 8051 മൈക്രോ കൺട്രോളർ. ഓക്കെ, 8051 മൈക്രോ കൺട്രോളർ. വിത്തിൻ 8051 മൈക്രോ കൺട്രോളർ ഒരു എംബഡഡ് ആയിട്ടുള്ള റോം ഉണ്ടാവും, പ്രോഗ്രാം മെമ്മറി. അത് നിങ്ങളുടെ സിസ്റ്റം ആണെങ്കിലും വിത്തിൻ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു റോം ഇല്ലേ, ഒരു പെർട്ടിക്കുലർ സൈസുള്ള റോം ഇല്ലേ, നിങ്ങളുടെ ഫോൺ ആണെങ്കിലും ഫോണിന്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ സൈസുള്ള റോം ഇല്ലേ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിലുള്ള എംബഡ് ചെയ്തിരിക്കുന്ന റോമിന്റെ സൈസ് ആണ് 4K. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. 8051ന്റെ റോമിന്റെ സൈസ് 4K ആണ്. സോ ഇതിന്റെ ഉള്ളിൽ 8051ന്റെ ഉള്ളിൽ എംബഡ് ചെയ്തിരിക്കുന്ന റോമിന്റെ സൈസ് 4K ആണ്. അതാണ് നമ്മുടെ ഈ 8051ന്റെ ഉള്ളിലെ റോമിനെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, 8051ന്റെ എക്സ്റ്റേണലി നിങ്ങൾക്ക് 8051ന്റെ കൂടെ റോം ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് എഡീഷണൽ റോം നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 64K നിങ്ങൾക്ക് എഡീഷണലി വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കൂടാതെ എക്സ്റ്റേണൽ റോം വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എഡീഷണലി എന്ത് ചെയ്യാതെടുക്കാം, എഡീഷണലി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ സൈസ് കൂട്ടാം. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലിയും കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് എഡീഷണൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എഡീഷണലി എക്സ്ട്രാ നിങ്ങൾക്ക് എഡീഷണലി കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ വിത്തിൻ റോമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എഡീഷണലി അതിന്റെ സൈസ് കൂട്ടാം. അതായത് വിത്തിൻ അത് ഏതിന്റെ ഉള്ളിലായിരിക്കും, വിത്തിൻ 8051ന്റെ ഉള്ളിലാണ് എഡീഷണലി നിങ്ങൾക്ക് റോമിന്റെ സൈസ് കൂട്ടുന്നത്. അത് നിങ്ങൾക്ക് എത്ര വരെ മാക്സിമം കൊടുക്കാം, 64K വരെ കൊടുക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് റോമിന്റെ സൈസ് ഇനിയും കൂട്ടണം, 8051 എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കാം. അത് വിത്തിൻ 8051ന്റെ ഉള്ളിലല്ല, അത് എക്സ്റ്റേണലി ആണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് മാക്സിമം എത്ര വരെ കൊടുക്കാം, 64K വരെ കൊടുക്കാം. നിങ്ങൾ ഫോൺ വാങ്ങിക്കുമ്പോഴും കാണാറില്ലേ, നിങ്ങളെ ഫോണിന്റെ റാമിന്റെ സൈസ് ഇപ്പം 64 GB ആണെങ്കിൽ 128 GB വരെ നിങ്ങൾക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നില്ലേ, അതേ സെയിം കൺസെപ്റ്റ് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി റോം, ഇവിടെ റോം ആണ്, എക്സ്റ്റേണലി റോമിന്റെ സൈസ് നിങ്ങൾക്ക് 64K വരെ മാക്സിമം കൊടുക്കാം. അതുപോലെ എഡീഷണലി അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര വരെ കൊടുക്കാം, 64K വരെ മാക്സിമം നിങ്ങൾക്ക് എഡീഷണലി അതിന്റെ സൈസ് കൂട്ടാം. ഇതാണ് റോമിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് അത് നമ്മുടെ ഏത് പിന്നിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് എക്സ്റ്റേണൽ മെമ്മറി കൊടുക്കുന്നത് ഈ ഒരു EA പിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, EA പിൻ അത് എന്താണ്, EA പിൻ ഈക്വൽ ടു 1 ആയിരിക്കും നമ്മൾ എഡീഷണലി കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, EA പിൻ ഈക്വൽ ടു 0 ആയിരിക്കും നമ്മൾ എക്സ്റ്റേണലി റോം കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ റോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റീഡ് ഓൺലി മെമ്മറിയാണ്, പ്രോഗ്രാം മെമ്മറിയാണ്. നമ്മുടെ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 8051ന്റെ റോമിലാണ്. നമുക്ക് വേണമെങ്കിൽ 8051ന്റെ റോമിന് എഡീഷണലി അതിന്റെ സൈസ് കൂട്ടാം, എക്സ്റ്റേണലിയും നിങ്ങൾക്ക് അതിന്റെ സൈസ് കൂട്ടാം, മാക്സിമം 64K വരെ നിങ്ങൾക്ക് അതിന്റെ സൈസ് കൂട്ടാം. കൂടാതെ വിത്തിൻ 8051ന്റെ ഉള്ളിലുള്ള റോമിന്റെ സൈസ് എന്ന് പറയുന്നത് 4K ആണ്. ഓക്കെ, ഇത്രയൊക്കെ 8051ന്റെ എക്സ്റ്റേണൽ മെമ്മറിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. അപ്പോൾ ഇത് വിത്തിൻ റോമിന്റെ ഉള്ളിലുള്ള വിത്തിൻ 8051ന്റെ ഉള്ളിലുള്ള 4K റാമിന്റെ ജസ്റ്റ് ഒരു പിക്ചറൈസേഷൻ കാണിക്കുക. എഡീഷണലി നിങ്ങൾക്ക് 64K വരെ എഡീഷണലി എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റേണൽ റോം മാക്സിമം 64K വരെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എക്സ്റ്റേണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ജസ്റ്റ് ഒരു പിക്ചർ വരയ്ക്കുക. പിന്നുകളൊന്നും വരക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പിക്ചർ വരച്ച് നിങ്ങളതായ ഒരു പിക്ചറൈസേഷൻ ചെയ്താൽ മതി. കാരണം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. അത് വലിയൊരു ഇതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റാം, ഡാറ്റ മെമ്മറി ഓർ റാം. ഈ റാമിന്റെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്റേണൽ റാമിൻ്റെത് ആക്ച്വലി മെമ്മറി കഴിഞ്ഞിട്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്റേണലി റാം എടുക്കേണ്ടിയിരുന്നത്. ഓൾറെഡി ഞാൻ അത് എടുത്തു കഴിഞ്ഞു. ഡാറ്റ മെമ്മറി ഓർ റാം, ഡാറ്റ മെമ്മറി ഓർ റാം 8051 എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡാറ്റാസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാം യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ അതേ റാമിന്റെ പേർപ്പസ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത് റാമിലല്ലേ. അത് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, അതൊക്കെ ടെമ്പററി സ്റ്റോറേജ് ആണ്. ഒരിക്കലും നിങ്ങളൊരു സിനിമ നിങ്ങളുടെ ഫോണിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ ഒരിക്കലും പെർമനന്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നതല്ല. അത് നിങ്ങൾക്ക് എന്താണ്, ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുന്ന കളയുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ റാം നിങ്ങളുടെ ഫോണിലാണെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിലാണെങ്കിലും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പററി സ്റ്റോറേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത സമയത്ത് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതൊക്കെ ടെമ്പററി സ്റ്റോറേജ് ആണ്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ സിസ്റ്റത്തിലോ നിങ്ങളുടെ റോമിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ചെയ്തു വെച്ച സാധനമാണ്. അപ്പോൾ ഡാറ്റ മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഇന്റൽ 8051 128 ആണ് അതിന്റെ ഇന്റേണൽ റാം എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷനിൽ. റോമിന്റെ സൈസ് 4K റാമിന്റെ സൈസ് 128 ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ മോഡേൺ ആയിട്ടുള്ള 8051 256 ബൈറ്റ് വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ 256 ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൈസ് ഉണ്ടാവും അതിന്റെ റാമിന്റെ സൈസ്. നമുക്കപ്പോൾ അതിനെ ഓർഗനൈസ് ചെയ്ത് രജിസ്റ്റർ ബാങ്ക് ഒക്കെ ആയിട്ടാണ് അതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്റേണൽ റാം അല്ലെങ്കിൽ ഡാറ്റ മെമ്മറി ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്റേണൽ റാമിനെ പറ്റി എന്നും ചോദിക്കുന്നതാണ് 10 മാർക്കിന്. ഇന്റേണൽ റാമിന്റെ ഓർഗനൈസേഷൻ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇന്റേണൽ റാമിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്, വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോൾ പറയുന്നില്ല. സോ 8051 ഇന്റേണൽ റാമിന്റെ സൈസ് എന്ന് പറയുന്നത് 128 ബൈറ്റ് ആണ്. ടെമ്പററി ആയിട്ടാണ് ഇത് ടെമ്പററി സ്റ്റോറേജിനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഒറിജിനൽ ഇന്റലിന്റെ റാമിന്റെ സൈസാണ് 128 ബൈറ്റ് എന്ന് പറയുന്നത്. മോഡേൺ ആയിട്ടുള്ള 8051 ഒക്കെ 256 ബൈറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇന്റേണൽ റാമിന്റെ സ്ട്രക്ചർ. ഇതിലുള്ള അഡ്രസ്സിന്റെ സംഭവങ്ങളൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട, എന്താണ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമ്മുടെ ഇന്റേണൽ റാമിന്റെ ഈ അഡ്രസ്സ് സംഭവങ്ങളൊന്നും ബൈഹാർട്ട് പഠിക്കരുത്, ഇതൊന്നും പഠിച്ചു വെക്കണ്ട. ഓക്കെ, ഇന്റേണൽ റാം 256 കേസ് ഉള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, 256 ആണെങ്കിൽ അതിനെ നമ്മൾ ലോവർ 128 ബൈറ്റും ഹയർ 128 ബൈറ്റും ഉണ്ടാവും. 256 ബൈറ്റ് ആണെങ്കിൽ അതിന് ലോവർ ബൈറ്റ് ഉണ്ടാവില്ലേ, ഹയർ ബൈറ്റ് ഉണ്ടാവില്ലേ? അപ്പൊ ലോവർ 128 ബൈറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഹയർ 128 ബൈറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡീഷണലി റാമിന്റെ സൈസ് കൂട്ടാം, 128 ബൈറ്റ് വരെ കൂട്ടാം, എഡീഷണലി കൂട്ടാം. നമ്മൾ റോമിന്റെ എഡീഷണലി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് എഡീഷണലി അതിന്റെ സൈസ് കൂട്ടാം. ലോവർ 128 ബൈറ്റിൽ എന്തൊക്കെയുണ്ടാവുക? രജിസ്റ്റേഴ്സ് ബാങ്ക് ഉണ്ടാവും, 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ടാവും, പിന്നെ 16 ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടാവും, 80 ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇത്രയൊക്കെയാണ് ലോവർ 128 ബൈറ്റിലുള്ളത്. ഈ കാര്യങ്ങൾ ബാങ്ക് ഉണ്ടാവും, രജിസ്റ്റർ ബാങ്കുകൾ ഉണ്ടാവും, 80 ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും, 16 ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ്. ഇത്രയാണ് ലോവർ 128 ബൈറ്റിൽ ഉള്ളത്. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആകെ പറഞ്ഞത് ഇവിടെയുള്ള കാര്യങ്ങളാണ്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളാണ് ഇന്റേണൽ റാമിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്റേണൽ റാമിന്റെ ഓർഗനൈസേഷൻ പഠിച്ചപ്പോൾ അവിടെ എന്ത് മാത്രമേ സ്പെസിഫൈ ചെയ്ത് പഠിച്ചുള്ളൂ? സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന്റെ കേസ് മാത്രമേ പഠിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്റേണൽ റാം ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും എഴുതണം. അതിന്റെ കൂടെ ഇതിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. ഓക്കെ, ഇപ്പൊ ലോവർ 128 ബൈറ്റ് ഇത്രയും ഉണ്ട്. രജിസ്റ്റേഴ്സ് ബാങ്ക് 4 രജിസ്റ്റേഴ്സ് ബാങ്ക് ഉണ്ട്, 80 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, 16 ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിനുശേഷം അപ്പർ 128 ബൈറ്റിലാണ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. അതിലാണ് നമ്മൾ സ്റ്റാക്ക് പോയിന്റർ, P0, DPTR, ഡാറ്റ പോയിന്റ് രജിസ്റ്റേഴ്സ്, PCON, TCON, TMOD ഇതൊക്കെ നമ്മൾ പഠിച്ചത്. SBUF, SCON, IE, IP, പിന്നെ അക്യുമുലേറ്റർ, B രജിസ്റ്റർ, PSW, ഇതൊക്കെ P1, P2, P0 എന്ന് പറയുന്ന പോഡ് രജിസ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഇന്റേണൽ റാമിന്റെ സ്ട്രക്ചറിൽ. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു 128 ഇതിന്റെ കേസാണ് പറയുന്നത്. 4 രജിസ്റ്റേഴ്സ് ബാങ്ക് ആണുള്ളത്, ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2. ഓരോ രജിസ്റ്റേഴ്സും 8 ബിറ്റ് സൈസ് ആണുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചതൊക്കെ എന്താണ്? 8 ബിറ്റ് സൈസ് ഉള്ള രജിസ്റ്റേഴ്സ് ആയിരുന്നു സ്പെഷ്യൽ ഫംഗ്ഷന്റെ കേസ് പഠിച്ചത്. അതേപോലെ തന്നെയാണ് ഇതിന്റെ കേസിലും. എല്ലാത്തിന്റെയും സൈസ് എത്രയാണ്? 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. എല്ലാത്തിന്റെയും സൈസ് എന്ന് പറയുന്നത് എന്താണ്? 8 ബിറ്റ് ആണ്. ഓരോ രജിസ്റ്റർ ബാങ്കിലും R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടാവും. 8051 പ്രോഗ്രാം ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ 8 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്.
R0, R1, R2 എന്നൊക്കെ പറയുന്ന രജിസ്റ്റേഴ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഓരോ രജിസ്റ്റേഴ്സും ഈ ഓരോ ബാങ്കിലും എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട്? 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ബാങ്ക് 3യിൽ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്, R0 മുതൽ R7 വരെ. ബാങ്ക് 2ൽ R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റർ ഉണ്ട്. ബാങ്ക് 1ൽ R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റർ ഉണ്ട്. ബാങ്ക് 0ലും R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റർ ഉണ്ട്. ഓരോ രജിസ്റ്ററും 8 ബിറ്റ് ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 16 ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല. പിന്നെ 80 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 80 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും സൈസും 8 ബിറ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ലോവർ 128 ബൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം ഈ രജിസ്റ്റേഴ്സിനെ. ഓക്കെ, ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാം രജിസ്റ്റേഴ്സിനെ. ഇത്രേ ഈ കേസിൽ പറയേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ലോവർ 128 ബൈറ്റ് റാമിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ആക്സസ് ചെയ്യാം. ഇനി നമ്മൾ അപ്പർ 128 റാം. അപ്പർ 128 റാമിനെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പർ 128 റാമിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഒരുപാട് ജനറൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്, അക്യുമുലേറ്റർ ഉണ്ട്, ബി രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഉണ്ട്, ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ ഉണ്ട്, ഇന്ററപ്റ്റ് ഇനാബിൾ രജിസ്റ്റർ ഉണ്ട്, P0, P1, P2 എന്ന് പറയുന്ന പോഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്, TMOD എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർണൽ റാമിന്റെ എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ, കാരണം ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ റാമിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർണൽ റാമിന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അപ്പർ റാമിന്റെ സ്ട്രക്ചർ മാത്രമല്ല എഴുതേണ്ടത്, ഇതിന്റെ കേസും ജസ്റ്റ് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ രജിസ്റ്റേഴ്സിന്റെ ഓൾറെഡി പറഞ്ഞ കാര്യമാണിത്. നമ്മളിതോടെ ഒന്നും കൂടെ ജസ്റ്റ് ഞാൻ എഴുതിയെന്നുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്സാമിന് ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ ഹൗ എക്സ്റ്റേണൽ മെമ്മറി ക്യാൻ ബി ഇന്റർഫേസ്ഡ് ടു 8051 മൈക്രോ കൺട്രോളർ. നമ്മൾ ഓൾറെഡി 8086 പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് 8086 മെമ്മറി എക്സ്റ്റേണലി ഇന്റർഫേസ് ചെയ്യുന്നതും എങ്ങനെയാണ് എക്സ്റ്റേണലി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്നത്. അതേ കേസ് നമ്മളിവിടെ 8051 കേസിലും പഠിക്കുന്നുണ്ട്. പക്ഷെ വളരെ എളുപ്പമാണ്, ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ എക്സ്റ്റേണൽ മെമ്മറി ക്യാൻ ബി ഇന്റർഫേസ്ഡ് ടു 8051 മൈക്രോ കൺട്രോൾ. എങ്ങനെയാണ് എക്സ്റ്റേണൽ മെമ്മറി 8051 ഇന്റർഫേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റേണൽ മെമ്മറി നിങ്ങൾക്ക് ഇന്റർഫേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ റോമിന്റെ കേസാണ് പറയുന്നത്, റാമിന്റെ കേസും പറയും. നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4 KB റോം ആണ് നമ്മുടെ 8051 ഉള്ളത്. 128 ബൈറ്റ് റാമാണ് നമ്മളെ സാധാരണ ഒരു 8051 കേസിലുള്ളത്. പക്ഷെ മോഡേൺ 8051 കേസിൽ 8K റോം വരെ അല്ലെങ്കിൽ 256 റാം വരെയും നമുക്ക് അതിന്റെ സൈസ് നമുക്ക് കൂട്ടാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്താണ് 8051 കൂടെ 4Kക്ക് പകരം 8K റോമും 256 റാം വരെ നമുക്ക് അതിന്റെ സൈസ് കൂട്ടാം. അതെങ്ങനെയാണ് എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി എന്താണ് അറിയാം. മോസ്റ്റ് മോഡേൺ മൈക്രോ കൺട്രോളറിന്റെ കേസിൽ സൈസ് ഇത്രയും വരെയും കൂട്ടാം. അത് കൂടാതെ നിങ്ങൾക്ക് എന്തും കൂടെ ചെയ്യാം. എക്സ്റ്റേണലി നിങ്ങൾക്ക് മെമ്മറി കണക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് റോമിന്റെ സൈസ് ഞാൻ പറഞ്ഞത്. മാക്സിമം 64K വരെ പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും നിങ്ങൾക്ക് എന്തിന്റെ കൂടെ ഇന്റർഫേസ് ചെയ്യാം? 8051 കൂടെ ഇന്റർഫേസ് ചെയ്യാം. ഇത് നിങ്ങൾ എന്താണ് വിത്തിൻ മൈക്രോ കൺട്രോളറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് 4Kയും പകരം 8K റോം ഉള്ളതും 256 റാം വരെ നിങ്ങൾക്ക് സൈസ് കൂട്ടാം. അതല്ലാതെ നിങ്ങൾക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കുന്ന കണ്ടാണ്. എക്സ്റ്റേണലി മെമ്മറി എത്ര വരെ പോകാം? മാക്സിമം 64K വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം 64B വരെയുള്ള പ്രോഗ്രാം മെമ്മറിയും റോമും നിങ്ങൾക്ക് മാക്സിമം 64B വരെ കൊടുക്കാം. റാം നമുക്കും എന്താണ് 64K വരെ നിങ്ങൾക്ക് 8051 കൂടെ എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുക്കാം. വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ മാത്രമാണ് മെമ്മറി ഇന്റർഫേസിംഗ്, എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസിംഗ് കാണിച്ചിരിക്കുന്നത്. ഇത് 80 ജസ്റ്റ് ഈ രീതിയിൽ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 8051 മൈക്രോ കൺട്രോളർ
അതിൻ്റെ കൂടെ ഞാൻ 64K റാം എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന റാമിൻ്റെ പിക്ചർ, എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന റോമിൻ്റെ പിക്ചർ. ഓക്കെ, ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ പോർട്ടിലാണ്, 8051 ഏതൊക്കെ ഇതിലോട്ടാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും എന്ത് ചെയ്യണം, നമ്മൾ റാമിലോട്ട് കണക്ട് ചെയ്തിട്ട്. കാരണം എപ്പോഴും നമ്മൾ 8051 റീഡും റൈറ്റും ഓപ്പറേഷനും ഒക്കെ നമ്മൾ നടക്കുന്നത് റാമിൽ കൂടെയാണ്. നമ്മൾ കാരണം റാമിലാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ നമ്മുടെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. സോ റീഡും റൈറ്റും ഒക്കെ ഇതിലാണ് കണക്ട് ചെയ്തിട്ടുണ്ട്, റാമിലാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അഡ്രസ് ബസ്, സോറി ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും റാമിൽ നമ്മൾ കണക്ട് ചെയ്തത് കാണിക്കണം. അത് ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും റാമിൽ മാത്രം കണക്ട് ചെയ്താൽ പോരാ, എക്സ്റ്റേണലിയുള്ള റോമിലും നമ്മൾ ഡാറ്റാ ബസ് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്, ഡാറ്റാ ബസ് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അഡ്രസ് ബസ്സും എന്താണ് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഹയർ ഓർഡർ അഡ്രസ് ബസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത് ഡാറ്റാ ബസ് പ്ലസ് ലോവർ ഓർഡർ അഡ്രസ് ബസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം 64 ബിറ്റും ഡാറ്റ 8 ബിറ്റും ആണ്. സോ ഡാറ്റാ ബസ് ഇവിടെ കണക്ട് ചെയ്തു, അതേ ഡാറ്റാ ബസ് റോമിലും കണക്ട് ചെയ്ത് കാണിക്കണം. അഡ്രസ് ബസ് റാമിലും കണക്ട് ചെയ്തു, അഡ്രസ് ബസ് റോമിലും കണക്ട് ചെയ്തു. ഹയർ ഓർഡർ അഡ്രസ് ബസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ലോവർ ഓർഡർ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും സെയിം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം. കാരണം A0 മുതൽ A7 വരെയുള്ളതും D0 മുതൽ D7 വരെയുള്ളതും സെയിം ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അഡ്രസ് ബസ് ആയിട്ടും യൂസ് ചെയ്യും, ഡാറ്റാ ബസ് ആയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ AD0 മുതൽ AD7 വരെയും ഡാറ്റ 0 മുതൽ 7 വരെയുള്ളത് കാണിച്ചിരിക്കുന്നത്. സോ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കാണിച്ചാൽ മതി, ഇത്രയും കാണിച്ചാൽ മതി. ഡാറ്റാ ബസ് ഇവിടെ റാമിൽ കണക്ട് ചെയ്യുന്നു കാണിക്കുക, ഡാറ്റാ ബസ് റോമിൽ കണക്ട് ചെയ്യുന്നു കാണിക്കുക, അഡ്രസ് ബസ് റാമിൽ കണക്ട് ചെയ്യുന്നു കാണിക്കുക, അഡ്രസ് ബസ് റോമിൽ കണക്ട് ചെയ്യുന്നതും കാണിക്കുക. അതിനുശേഷം റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും എവിടത്തോട്ട് മാത്രം കാണിക്കുക, റാമിലോട്ട് മാത്രം കാണിക്കുക. പിന്നെ അഡ്രസ് ലാച്ച് ഇനേബിൾ സിഗ്നൽ, പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇതുപോലെ തന്നെ വരയ്ക്കേണ്ട, ജസ്റ്റ് അഡ്രസ് ലാച്ച് ഇനേബിൾ സിഗ്നൽസ് ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, ഈ പെർട്ടിക്കുലർ സമയത്ത് ഈ ഒരു ഡാറ്റാ ബസ് അഡ്രസ് ആയിട്ടും ഡാറ്റ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ അഡ്രസ് ബാർ ഡാറ്റ എന്ന് പറയുന്ന ബസ് അഡ്രസ് ബസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഡാറ്റാ ബസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ലോവർ ഓർഡർ അഡ്രസ് ബസ്സും ഇതിലുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ് ബസ്സിൽ, സോറി ഡാറ്റാ ബസ്സിലുണ്ട്. സോ അതുകൊണ്ടാണ് അഡ്രസ് ലാച്ച് ഇനേബിൾ സിഗ്നൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അഡ്രസ് ലാച്ച് ഇനേബിൾ സിഗ്നലിന്റെ പ്രത്യേകത എന്താണ്, അത് അഡ്രസ് ബസ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്, ഡാറ്റാ ബസ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഏതാണ്, അഡ്രസ് ലാച്ച് ഇനേബിൾ സിഗ്നൽ ആണ്. ഓക്കെ, അതിന്റെ സിഗ്നൽ 0 ആണെങ്കിൽ അതിൽ ഡാറ്റാ ബസ്സും, അത് 1 ആണെങ്കിൽ അത് അഡ്രസ് ബസ്സും ആയിട്ടാണ്. അതുകൊണ്ടാണ് അഡ്രസ് ലാച്ച് ഇനേബിൾ സിഗ്നൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കൂടെ ജസ്റ്റ് എവിടെയെങ്കിലും കണക്ട് ചെയ്ത് കാണിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ്. എന്താണ് എക്സ്റ്റേണൽ മെമ്മറി, എത്ര സൈസുള്ള എക്സ്റ്റേണൽ മെമ്മറി വരെ കണക്ട് ചെയ്യാം എന്നുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പറയാം. അതിനുശേഷം എന്താണ് എക്സ്റ്റേണൽ മെമ്മറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന മെമ്മറിയാണ്, അത് മാക്സിമം 64K റോം വരെ പോകാം, അതുപോലെ മാക്സിമം 64K റാം വരെയും പോവാം. പിന്നെ എന്താണ് സാധാരണ ഒരു 8051 മെമ്മറിന്റെ സൈസിന്റെ കാര്യം പറയാം, മോഡേൺ ആയിട്ടുള്ള 8051 മെമ്മറിന്റെ സൈസിന്റെ കാര്യം പറയാം. അതിനുശേഷം ജസ്റ്റ് ഒരു പിക്ചർ വരയ്ക്കാം. ഈ പിക്ചറിൽ എന്തുമാത്രമാണ് കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് 8051 വരച്ചിട്ടുണ്ട്, കണക്ട് ചെയ്തിരിക്കുന്ന റാം കാണിച്ചിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്ന റോം കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലോട്ടൊക്കെ എന്തൊക്കെ ബസ്സസ് ആണ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് അഡ്രസ് ബസ്സിന്റെ കാര്യം കാണിക്കുക, അഡ്രസ് ഓർ ഡാറ്റാ ബസ് രണ്ടിലും കണക്ട് ചെയ്യുന്ന കാണിക്കുക. പിന്നെ എന്താണ് ഹയർ ഓർഡർ അഡ്രസ് ബസ് രണ്ടിലും കണക്ട് ചെയ്യുന്ന കാണിക്കുക. പിന്നെ എന്താണ് ലാച്ചിന്റെ സിഗ്നൽസ് കാണിക്കുക, റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ഇതൊക്കെ ഇതിൽ കണക്ട് ചെയ്യും. കാരണം എന്താണ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഇതുമായിട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, എക്സ്റ്റേണൽ റാമും എക്സ്റ്റേണൽ റോമും കണക്ട് ചെയ്തിരിക്കുമ്പോൾ 8051 എന്തൊക്കെ ഡീറ്റെയിൽസ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായിട്ട് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന റാമുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള പിക്ചറൈസേഷൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ അഡ്രസ് ബസ് കണക്ട് ചെയ്തിരിക്കുന്നത് പോർട്ട് 0 ആയിട്ടും, ഹയർ ഓർഡർ അഡ്രസ് ബസ്, സോറി ലോവർ ഓർഡർ അഡ്രസ് ബസ് ഓർ ഡാറ്റാ ബസ് കണക്ട് ചെയ്തിരിക്കുന്നത് പോർട്ട് 0 ആയിട്ടും, ഹയർ ഓർഡർ അഡ്രസ് ബസ് കണക്ട് ചെയ്തിരിക്കുന്നത് പോർട്ട് 2 ആയിട്ടുമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ മെമ്മറി ഇന്റർഫേസിംഗ് പഠിച്ചു, അതുപോലെ തന്നെ IO ഇന്റർഫേസിംഗ്. എങ്ങനെയാണ് IO ഇന്റർഫേസിംഗ് ചെയ്യുന്നത്? IO ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്. IO interfacing provides a method for transferring information between internal storage and external IO devices. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് IO interfacing.
ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇന്റർഫേസിംഗ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ 8051 കൂടെ എന്തെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ആ പെരിഫറൽ ഡിവൈസസ് ചിലപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ആയിരിക്കാം, ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരിക്കാം. അപ്പോൾ അത് തമ്മിലുള്ള കണക്ഷനെയാണ് ഇന്റർഫേസ്, അതിന്റെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ IO ഇന്റർഫേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി IO ഇന്റർഫേസിംഗ് 8086 ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. സെയിം കാര്യം തന്നെ. അവിടെ 8086 ആണെങ്കിൽ ഇവിടെ 8051 നിങ്ങൾക്ക് നമ്മൾ മെമ്മറി കണക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ 8051 കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യാം. അതിനെയാണ് IO ഇന്റർഫേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസ് എന്താവാം, കീബോർഡ് കണക്ട് ചെയ്യാം, സ്വിച്ച് കണക്ട് ചെയ്യാം, സ്കാനർ കണക്ട് ചെയ്യാം. ഇതൊക്കെയാണ് 8051 കൂടെ കണക്ട് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ്. എക്സാമ്പിൾ, ഔട്ട്പുട്ട് ഡിവൈസ് നിങ്ങൾക്ക് LED കണക്ട് ചെയ്യാം, 7 സെഗ്മെന്റ് ഡിസ്പ്ലേ കണക്ട് ചെയ്യാം, LCD ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. അങ്ങനെ എന്ത് ഔട്ട്പുട്ട് ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് IO ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എഴുതുക. ഓൾറെഡി പഠിച്ചതാണ്, ഇവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ എന്തൊക്കെ ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യാന്നുള്ളത് എഴുതുക, ഔട്ട്പുട്ട് ഡിവൈസ് എന്തൊക്കെ കണക്ട് ചെയ്യാന്നുള്ളത് എഴുതാം. ഇനി ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള പിക്ചറൈസേഷൻ ആണ് IO ഇന്റർഫേസിംഗ് ഓഫ് 8051. എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ LED കണക്ട് ചെയ്യും എന്നുള്ളത് 10 മാർക്കിന്. പക്ഷെ LED കണക്ട് ചെയ്യും 10 മാർക്കിന് ചോദിക്കുമ്പോൾ അത് LEDന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതെങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അതായത് കണക്ട് ചെയ്ത് കാണിക്കണം. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കാരണം ജനറൽ ആയിട്ടുള്ള ഔട്ട്ലൈൻ മാത്രമേ തരുന്നുള്ളൂ. കാരണം LED ആവാം, ചിലപ്പം അത് ചിലപ്പോൾ സ്റ്റെപ്പർ മോട്ടോർ കണക്ട് ചെയ്തിരിക്കുന്നത് പറയാം, ചിലപ്പോൾ അങ്ങനെ പല രീതിയിൽ പല സാധനങ്ങളും. ഇത് ഫോർ എക്സാമ്പിൾ ഇന്റർഫേസിംഗ് LED ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടോർ ഇന്റർഫേസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ റാൻഡം നമ്പർ ജനറേഷൻ യൂസിങ് 8051 ഇന്റർഫേസിംഗ് DC മോട്ടർ ആയിരിക്കാം, ഇന്റർഫേസിംഗ് LCD ഡിസ്പ്ലേ ആയിരിക്കാം, ഇന്റർഫേസിംഗ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആയിരിക്കാം. ഇതെല്ലാം പഠിക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ അവർ ചോദിക്കുന്നത് എന്തും ആവാം. ഇന്റർഫേസിംഗ് 7 സെഗ്മെന്റ് ആയിരിക്കാം, ഇന്റർഫേസിംഗ് LED ആയിരിക്കാം, ഇന്റർഫേസിംഗ് DC മോട്ടർ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻ കേസ് എന്തായാലും ഇത് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടും LED ഇന്റർഫേസിംഗ്, അല്ലാത്ത കേസിൽ ജനറൽ ആയിട്ട് IO ഇന്റർഫേസിംഗേ ചോദിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങളോട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എഴുതുക. ചോദിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഇവിടെ LED പകരം നിങ്ങൾ എന്താണ് LCD ആക്കുക, അല്ലെങ്കിൽ എന്താണ് സ്റ്റെപ്പർ മോട്ടർ ആക്കുക. ആ രീതിയിലൊരു ചേഞ്ച് വരുത്തുക. അല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഒരുപാട് സമയം അത് അങ്ങനെ ചോദിക്കും. ഇൻ കേസ് ചോദിച്ചാൽ നമ്മൾ നമ്മുടേതായ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പറയാം. ഇത് ഇവിടെ ജനറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇന്റർഫേസ് ചെയ്തിരിക്കുന്നത് 8051 കൂടെ. ഇവിടെ ഇൻപുട്ടിന്റെ കേസും കാണിച്ചിരിക്കുന്നുണ്ട്, ഒരു ഔട്ട്പുട്ട് ഡിവൈസും കാണിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഞാൻ കീബോർഡോ സ്വിച്ചസ് ഇവിടെ ജസ്റ്റ് കാണിച്ചു. ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് LED കാണിച്ചു. നിങ്ങളോട് വെറും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് LED മാത്രമാണ് പറഞ്ഞതെങ്കിൽ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് അങ്ങ് ഒഴിവാക്കാം. ഇനി നിങ്ങളോട് ഒരു കീബോർഡ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ചോദിച്ചതെങ്കിൽ ഈ പാർട്ട് മാത്രം കൊടുത്തിട്ട് ഈ പാർട്ട് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്റർഫേസ് ചെയ്തിരിക്കുമ്പോൾ ഒരു മൈക്രോ കൺട്രോളർ, നമ്മുടെ 8051 മൈക്രോ കൺട്രോളർ. ഇത് ഇൻപുട്ട് പോർട്ട് ഉണ്ട്, ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്. കാരണം ഇൻപുട്ട് പോർട്ട് വഴി കൂടെയാണ് ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് പോർട്ട് കൂടെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് പോർട്ട് കൂടെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് പോർട്ട് കൂടെ ഔട്ട്പുട്ട് ഡിവൈസും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കുമ്പോൾ എന്താണ് കീബോർഡിൽ നിന്ന് ഡാറ്റാസ് 8051 പോവുക. സോ അതാണ് എയറോ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് ആയിരിക്കും എന്താണ് 8051 ഔട്ട്പുട്ടിലോട്ടാണ് ഡാറ്റ പോകേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ എയറോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇൻപുട്ട് പോർട്ട് കൂടെയാണ് ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് പോർട്ട് കൂടെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി കണക്ട് ചെയ്തിരിക്കുമ്പോൾ അഡ്രസ് ബസ് ഒബ്വിയസ്ലി കണക്ട് ചെയ്യണം, അഡ്രസ് കണക്ട് ചെയ്യണം. സോ അഡ്രസ് ഡീകോഡർ, ഇതാണ് അഡ്രസ് ബസ്. അഡ്രസ് ഡീകോഡർ യൂസ് ചെയ്തിട്ട് ആ അഡ്രസ് ജസ്റ്റ് നിങ്ങൾ അഡ്രസ് ഡീകോഡർ വേണമെന്നില്ല, ജസ്റ്റ് അഡ്രസ് ലൈന് എങ്ങോട്ട് കാണിച്ചാൽ മതി, ഇൻപുട്ട് പോർട്ടിലോട്ട് കാണിക്കുക. അതേ അഡ്രസ് ലൈൻ ഔട്ട്പുട്ട് പോർട്ടിലോട്ട് കാണിക്കണം. കാരണം ഏത് പെർട്ടിക്കുലർ അഡ്രസ്സിലോട്ട് ആണോ റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ അഡ്രസ് നിന്നാണോ റീഡ് ചെയ്യേണ്ടത്, ആ കേസ് അറിയണമെങ്കിൽ നമുക്ക് അഡ്രസ് ബസ് വേണമല്ലോ. ഓക്കെ, അതുകൊണ്ട് അഡ്രസ് ബസ് ഇൻപുട്ട് പോർട്ടിലും കണക്ട് ചെയ്യുക, അഡ്രസ് ബസ് ഔട്ട്പുട്ട് പോർട്ടിലും കണക്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് കീബോർഡിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റ ഏത് പെർട്ടിക്കുലർ അഡ്രസ്സിലോട്ടാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, അത് അറിയണമെങ്കിൽ അഡ്രസ് അറിയണ്ടേ. അതുകൊണ്ടാണ് അഡ്രസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു 0 എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്തെടുത്ത് അത് 2000 എന്ന് പറയുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ആ 2000 എന്ന് പറയുന്ന ലൊക്കേഷൻ അറിയണ്ടേ. അതുകൊണ്ടാണ് അഡ്രസ് ബസ് കാണിച്ചിരിക്കുന്നത്. സോ ആ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് നമ്മൾ
ഇവിടെ നിന്ന് വരുന്ന ഡാറ്റാസ് റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്തെടുക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യണം, അത് പെർട്ടിക്കുലർ 2000 ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ 2000 ഡാറ്റ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് പോയി ആ ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് LED വഴി LED ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സോ അഡ്രസ് ബസ് അതുകൊണ്ട് രണ്ടിലും കണക്ട് ചെയ്തിരിക്കണം. ഇനി എന്താണ്, അതുപോലെ എന്താണ്, ഇത് ഡാറ്റാ ബസ് ആണ് കേട്ടോ, ഇവിടെ അതിന് എഴുതാൻ വിട്ടുപോയതാണ്. ഡാറ്റാ ബസ്സും എങ്ങോട്ട് കാണിക്കണം, ഇൻപുട്ട് പോർട്ടിലും കാണിക്കണം, ഔട്ട്പുട്ട് പോർട്ടിലും ഡാറ്റാ ബസ് കാണിക്കണം. ഔട്ട്പുട്ട് പോർട്ടിലും ഡാറ്റാ ബസ് കാണിച്ചു. ഓക്കെ, ഡാറ്റാസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഡാറ്റാ ബസ് ആണ്. നിങ്ങളിപ്പോൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത ഡാറ്റ ഏത് വഴിയാണ് മൈക്രോ കൺട്രോളറിലേക്ക് പോകുന്നത്, ഡാറ്റാ ബസ് വഴിയാണ് പോകുന്നത്. ഓക്കെ, ഏത് പെർട്ടിക്കുലർ അഡ്രസ് ആണ് തീരുമാനിക്കുന്നത്, അഡ്രസ് ബസ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ 4 എന്ന് പറയുന്ന ഡാറ്റ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റാ ബസ് വഴിയാണ് മൈക്രോ കൺട്രോളറിലോട്ട് പോകുന്നത്. അത് ഏത് പെർട്ടിക്കുലർ അഡ്രസ്സിലോട്ടാണെന്ന് തീരുമാനിക്കുന്നത് അഡ്രസ് ആണ്. സോ 2000 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ടാണ് പോകേണ്ടത്, അത് ഡാറ്റാ ബസ് വഴി ആ ഡാറ്റ 2000 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അഡ്രസ് ബസ്സും കാണിക്കേണ്ടേ, ആ അഡ്രസ് ബസ്സും നമ്മൾ ഇൻപുട്ട് പോർട്ടിലും ഔട്ട്പുട്ട് പോർട്ടിലും കാണിച്ചു. ഇനി നമ്മൾ ഇൻപുട്ട് ഡിവൈസ് കാണിക്കും എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, റീഡ് ഓപ്പറേഷൻ. നമ്മൾ കീബോർഡിൽ നിന്ന് മാത്രമല്ലേ റീഡ് ചെയ്യും, ഇൻപുട്ട് ഡിവൈസ് നല്ലേ റീഡിങ് നടക്കുക. എല്ലാ കാര്യങ്ങളും 8051 റീഡിംഗ് ആണ് ഇൻപുട്ട് ഡിവൈസ് നടക്കുന്നത്. സോ റീഡ് സിഗ്നൽ ഇൻപുട്ട് പോർട്ടിലോട്ട് മാത്രം കാണിച്ചാൽ മതി. പക്ഷെ നമ്മൾ റൈറ്റ് സിഗ്നൽ എങ്ങോട്ടാണ് കാണിക്കേണ്ടത്, ഔട്ട്പുട്ട് ഡിവൈസിലോട്ടിലേ കാണിക്കേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും റൈറ്റ് ചെയ്യാനുള്ളത് ഔട്ട്പുട്ടിലോട്ടല്ലേ റൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് റൈറ്റ് സിഗ്നൽ ഇവിടെ മാത്രം കാണിച്ചാൽ മതി, ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ. കാരണം 20 എന്ന് പറയുന്ന വാല്യൂ ഔട്ട്പുട്ടിലോട്ട് റൈറ്റ് ചെയ്യാം, അതായത് LED റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് റൈറ്റ് സിഗ്നൽ. അപ്പോൾ റൈറ്റ് സിഗ്നൽ എങ്ങോട്ട് മാത്രം കാണിച്ചാൽ മതി, ഔട്ട്പുട്ട് പോർട്ടിലോട്ട് മാത്രം കാണിച്ചാൽ മതി. റീഡ് സിഗ്നൽ ആണെങ്കിൽ എന്താണ്, നമ്മൾ കീബോർഡിൽ നിന്ന് റീഡിംഗ് ആണ്. സോ ഇവിടെയുള്ള വാല്യൂസ് ഇവിടെ എത്തി അവിടെ നിന്ന് എന്ത് ചെയ്യും, മൈക്രോ കൺട്രോളർ റീഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇൻപുട്ട് പോർട്ട് ഇങ്ങോട്ടേക്ക് റീഡ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ റീഡ് സിഗ്നൽ ഇവിടെ മാത്രം കാണിച്ചാൽ, റൈറ്റ് സിഗ്നൽ ഇവിടെ മാത്രം കാണിച്ചാൽ മതി. അഡ്രസ്സ് 2 സ്ഥലത്തും കാണിക്കുക, ഡാറ്റാ ബസ് 2 സ്ഥലത്തും കാണിക്കുക, പിന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് കാണിച്ചിരിക്കുക, കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പോൾ ഡിവൈസ് കീബോർഡ് മാത്രമാണ് ചോദിച്ചതെങ്കിൽ കീബോർഡിന്റെ കാര്യം മാത്രം വരയ്ക്കുക, ഈ പോർഷൻ അങ്ങ് ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഒരു LED ആണ് അല്ലെങ്കിൽ DC മോട്ടർ ഒക്കെയാണ് ചോദിച്ചതെങ്കിൽ ആ ഒരു DC മോട്ടർ അല്ലെങ്കിൽ LED കണക്ട് ചെയ്യുന്ന കാണിക്കുക. ബാക്കി ഇൻപുട്ടിന്റെ കേസസ് അങ്ങ് ഒഴിവാക്കുക. കേസ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇൻപുട്ട് പോർട്ട് ഇവിടെ വേണ്ട, ബാക്കിയൊക്കെ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും റീഡ് സിഗ്നലൊക്കെ കണക്ട് ചെയ്യുന്നതൊക്കെ കാണിക്കണം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സാധനം വേണ്ട എന്നേ ഉള്ളൂ. പക്ഷെ കണക്ഷൻ വരുന്ന കണക്ഷൻ ലൈൻസ് ഒക്കെ ഔട്ട്പുട്ട് പോർട്ടിൽ കാണിക്കുക. അതുപോലെ ഈ പെർട്ടിക്കുലർ പോർഷൻ ആണ് മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഇതിലുള്ള കണക്ഷൻസ് ഒക്കെ കാണിക്കുക, ഇതിന്റെ അങ്ങ് ഒഴിവാക്കുക. ഓക്കെ, ഇത് ജനറൽ ആയിട്ടുള്ളതാണ്, ഏത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ.